എന്റെ ട്രാൻസ്ഫോർമേഷൻ ഇവൻ ചെയ്യുവാണ്, ഞാൻ ചെയ്ത പോലെ ചെയ്യണം. ആരെങ്കിലും വരുമോ ഇപ്പൊ? വരില്ല, ആള് വരില്ല. ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് ആരെ അഭിനയിപ്പിക്കാനാണ്? കഷ്ടപ്പെടുന്നില്ലായിരുന്നു. ഒരു സീനിൽ മാത്രം ഇവൻ എല്ലാ ആക്ഷൻ കട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴും ബേസി വെരി ഗുഡ്, ബേസി എക്സലന്റ്. എന്റെ മുന്നിൽ ആവാൻ വേണ്ടിട്ട് ഇവൻ ആദ്യമേ വെരി ഗുഡ് പറയണേ, വെരി ഗുഡ് പറയണേ. കല്യാണി പ്രിയദർശൻ പറ. കല്യാണി അങ്ങനെ മൈൻഡ് വരെ ചെയ്തില്ല. പ്രണവ്, ധ്യാൻ, നിവിൻ, ഈ 3 പേരില്ലെങ്കിൽ ഈ സിനിമ ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നു. അപ്പോഴും ഇവന്റെ പേര് പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഞെളിഞ്ഞ് കയറി ഇരിക്കുകയാണ്. അതൊക്കെ ഞാൻ ഇവനോട്, ഇവനെ പോലത്തെ ആൾക്കാരെ ഡീൽ ചെയ്യുന്ന ലാംഗ്വേജ് ആണ്. നല്ല സംവിധായകരോട് വരുമ്പോൾ അഭിനയിക്കും, മോശം സംവിധായകരോട് വരുമ്പോൾ മോശമായിട്ട് അഭിനയിക്കും. ഞാൻ ഏറ്റവും മോശമായിട്ട് അഭിനയിച്ച എനിക്ക് കുഞ്ഞിരാമായി. അവരോട് ഒറ്റ കാര്യം പറഞ്ഞു, നീ സ്വന്തം പടം ഡയറക്ട് ചെയ്യുമ്പോൾ ആ പടം ഇവൻ സബ്ടൈറ്റിൽ ഇട്ട് ഇവൻ കണ്ടു. എല്ലാ കഥയുടെ അവസാനം എന്നെ എന്തിനാണ് പറ്റുന്നത്? ഇത് ഒരുപാടുണ്ടല്ലോടാ. ഡാൻസ് കളിപ്പിച്ചു. ഒരു 32 ടേക്ക് ഒരു സ്റ്റെപ്പ് ഉണ്ട്. എന്റെ നമ്പറായി, എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. കാണുമ്പോ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. അതിനകത്ത് ബേസിലേറ്ററിനെ ഞാൻ ഇവനോടാ കളിക്കുന്നത്. ബേസിലേറ്ററും തെറ്റിക്കുന്നു. അവസാനം ബേസിലേറ്ററിനെ കുറെ തെറ്റി, അങ്ങനെ പോയി നേരം വെളുത്തു. എന്നിട്ട് ബേസിലേട്ടൻ കാറിൽ കയറിട്ട് പറഞ്ഞു അവരെയും കൂടെ വിളിക്കാൻ. അപ്പൊ ഞങ്ങള് കൂടെ കളിച്ചതിന് ഞങ്ങളെ കൊണ്ട് ദോശയും ചമ്മന്തിയും രാവിലെ എവിടെ നിന്നോ മേടിച്ചെന്നിരുന്നു പൊക്കോളാൻ. ഫസ്റ്റ് ഷെഡ്യൂളിന് പോയപ്പോൾ വളരെ റാൻഡമായിട്ട് ബേസിലായിട്ട് മഞ്ജു അനശ്വരോട് ചോദിക്കുന്നു, നീ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? നിനക്ക് ഡാൻസ് അറിയോ? അപ്പം അനശ്വര പറഞ്ഞു ഇല്ല പഠിച്ചിട്ടില്ല. ആശ്വാസമായി. പിന്നെ എന്നോട് ചോദിച്ചു നിക്കില്ല ഡാൻസ് കളിക്കും അല്ലേ? ഞാൻ പറഞ്ഞ കളിക്കാൻ തെറ്റി ഞാൻ കണ്ടായിരുന്നു. ഞാൻ ചെന്ന് സൈമയിലൊക്കെ പെർഫോം ചെയ്തത് ഞാൻ യൂട്യൂബിൽ നോക്കിയായിരുന്നു. എന്തൊക്കെയാ ചോദിക്കുന്നു. അപ്പോൾ നോക്കി വന്നപ്പോഴാണ് പറഞ്ഞത് പുള്ളിക്ക് പെർഫോമൻസ് ഉണ്ട്. അപ്പോൾ പുള്ളിയുടേത് പോർഷൻ കഴിഞ്ഞാൽ ഇപ്പുറത്ത് ഞാനും അനശ്വരയാണ് ഡാൻസ് കളിക്കണം. അപ്പോൾ പുള്ളിക്ക് പുള്ളിയെക്കാട്ടിലും നന്നായി കളിക്കുമോ എന്നുള്ള സംശയം കാരണം പുള്ളി പോകുന്നവരും വരുന്നവരും മുഴുവൻ ഡാൻസ് കളിക്കും. ആ കോംപ്ലക്സ് കാരണമാണെന്ന് തോന്നുന്നു. ഞാൻ ആദ്യമായിട്ട് ലൊക്കേഷൻ എന്നിട്ട് ആ പാട്ടിന്റെ എഡിറ്റ് കണ്ടു കഴിഞ്ഞപ്പോ ഒരു കാര്യം ബേസിൽ രാജു പണ്ട് ടൊവിനോ ഡാൻസ് കളിച്ച കണ്ടോ ഞാൻ ഈ 32 ടേക്ക് ഒരു സിംഗിൾ ഷോട്ടാ. അത് വിപിൻ ചേട്ടൻ കട്ട് ചെയ്ത് ചറ പറയാക്കി വെച്ചേക്കുന്നു. സർവശക്തിയും എടുത്ത് ഓടുക, കുംഭകോണം വരെ ഓടുക. അപ്പൊ ശരി.